എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 39-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാരണം ചെയ്യുവാൻ മന്ത്രി വിഷച്ചോർ വിളമ്പിയിട്ടും മാരണം വരാകിയാൽ മാനസേ ലജ്ജാകോപ ഭാവങ്ങൾ മതിച്ചുടൻ മന്ത്രിയും ഭഗവാനെ നായാടി വനം പൂകാൻ ബാലരാം സഹാക്കളെ ചാലവേ നിയോഗിച്ച് ബാലന്മാർ മണികണ്ഠ ബാലനെ കൂട്ടി കാട്ടിൽ നായാടാൻ ഗമിച്ചുടൻ ഉണ്ണിക്കായി സജീവനാൽ മൃഗയാ വിനോദങ്ങൾ നന്നായി ചെയ്താമെന്ന് മന്നനും വിചാരിച്ചാൻ. ബാലന്മാർ കരങ്ങളിൽ യോജ്യമാം ശസ്ത്രങ്ങളെ ചാലവേ ധരിച്ചങ്ങ് പോകുമ്പോൾ മണികണ്ഠൻ ഹസ്തശൂന്യനായി നിജകൂട്ടരോടൊരുമിച്ച് ചിത്തമോദത്തോടുടനാരണ്യം പ്രവേശിച്ചാൻ. വൻപുലി സിംഹം ചെന്നായ തുങ്കരാ മൃഗങ്ങളാൽ ഭംഗമായിടും മണികണ്ഠനെന്ന് ഉറച്ചുള്ളം ഭംഗിയായി ഭൂഭാരത്തെ ആളുവാൻ മോഹിച്ചോരു വങ്കനാം മന്ത്രിക്കേറ്റാൻ പിന്നെയും ദുർഭാഗ്യങ്ങൾ. നായാടി വനങ്ങൾ ആ നായബാലകന്മാർക്കൊപ്പം ആയുധവിഹീനനായി ആനന്ദക്കളേവരൻ ആർത്തമോദത്താൽ ഓടി നടക്കുന്നള ഒരു ആർത്തി വന്നണഞ്ഞത്ര ധൂർത്തരാം ബാലന്മാർക്ക്. തുങ്കനാം ഇലവിൻ്റെ പോട്ടിലങ്ങുറങ്ങിയിടും തുങ്കനാം സിംഹത്തിൻ്റെ മുന്നിലായി പെട്ടിയിടിനാർ. നിദ്രയും കുറച്ചവൻ ഗർജനം ചെയ്തും വേഗം ഭർസനം ചെയ്യുവാൻ തക്ക ചേഷ്ടകൾ കാട്ടിയിടുമ്പോൾ മാത്സര്യം നശിച്ചുപോയി ജീവനും പോവാറായി സംഘഹീനരായി സ്തംഭരൂപികളായിട്ടത്ര കൺമണി താഴെച്ചാടും പോലെയായി നേത്രങ്ങളും ശബ്ദമന്യേരവും ചെയ്യുവാൻ വിവർണരായി കൊച്ചന്മാർ ഒരുമ്പെട്ടാർ ചാവാറായി നിരൂപിച്ചാർ. ആയുധം ധരിച്ചോരു കരങ്ങൾ താഴ്പോട്ടായി ജീവനും താഴ്പോട്ടാവാൻ തുടങ്ങി നിലകൊണ്ടാർ. ആയുധം ധരിക്കാത്ത ധീരനാം മണികണ്ഠൻ ആനായ ബാലർ മുമ്പിൽ നിന്നുടൻ മൃഗേന്ദ്രനെ പോകുവാൻ അറിയിച്ചാൻ ഹസ്തസജ്ഞയാ. അപ്പോൾ ആകചാരിയും വന്ന മണികണ്ഠനെ പാദാഗ്രത്തിൽ വേഗേന നക്കിയിടിനാൻ. കുമ്പിട്ട് ഭൂമൗ വീണാൻ. മോദമറ്റോരു ബാലർ കൺകൾ കണ്ടാരപ്പോൾ ശ്രീമണികണ്ഠൻ തന്നെ കേസരീകളത്തിങ്കൽ എണ്ണമറ്റോരു മാത്രയ്ക്കുള്ളിലായി മണികണ്ഠൻ തന്നെയായി പിള്ളേർ കണ്ടാർ. സിംഹവും മറഞ്ഞുതേ. ബാലന്മാർ മനംതോറും ശ്രീമണികുമാരൻ്റെ ലീലകൾ ഓർത്തിട്ടുടൻ പുൽകിനാർ മണികണ്ഠം. ബാലന്മാർ മൊഴികളാൽ രാജ്യമങ്ങെല്ലാടവും ശ്രീമണിക്കുരുന്നിൻ്റെ ധൈര്യത്തെ പുകഴ്ത്തിനാർ. ചാരത്താകിലും അല്ല ദൂരത്താകിലും മമ നാഥനെ നയിക്കുന്നോർക്കാപത് ബാന്ധവൻ ദേവൻ. ജീവനായി മണികണ്ഠം ചിത്തത്തിൽ വിചാരിക്കും രാജനുള്ളത്തിൽ ബാലൻ ജീവജീവനായി തീർന്നാൻ. പ്രാണിനാഥനെ കൊല്ലാൻ ചിന്തിച്ച ഖലൻ മന്ത്രി മാനഹാനിയും പൂണ്ടു കോപവും പൂണ്ടിടിനാൻ. ജീവനാശത്തെ ഏത് രീതിയിൽ വരുത്താനും ക്രൂരനാം മന്ത്രി ചെയ്ത ദുഷ്കൃതങ്ങളെ ഓർക്കിൽ. കൊല്ലുവാൻ എനിക്കൊട്ടും പ്രാപ്തിയുമില്ലയല്ല നല്ലപോൽ പാപങ്ങൾ എത്തുമെന്നോർത്തിയിടുന്നേൻ. പാപസാരങ്ങൾ പോക്കും പാപാരിപ്പൊരുളിനെ പാപിയാം സജീവനാൽ നാമാവശേഷം ചെയ്യുവാൻ. ചെയ്തതാം കർമ്മങ്ങളെ ലേശമെങ്കിലും ഭക്തർ കൈതവങ്ങളെ പോക്കാൻ ചൊല്ലണമെന്നോദിയോൻ. തമ്പുരാൻ അയ്യപ്പൻ്റെ അൻപിനാൽ മാത്രം ഞാനും സമ്പ്രതി ചിലതിപ്പോൾ ചൊല്ലിയെന്നതേയുള്ളൂ. കാലമങ്ങേതാകിലും കൈതവങ്ങളെ ചെയ്യുവാൻ ചാലവേ പ്രിയമേറും ഖലന്മാർക്കതും ചൊല്ലാം. 1008 നീചകർമ്മങ്ങൾ തുടർന്നിട്ടും ആയവയ്ക്കൊന്നും ദീനഭാവങ്ങൾ കുമാരനിൽ പോറലേൽപ്പിക്കാൻ പോലും ആയതില്ലെന്നാകിലോ. ആയതാക്ഷൻ തൻ ലീലാവൈഭവം ചിത്രം 30 ദിനം കൂടാൻ ബാക്കിയായി ഒരു ദിനം നിൽക്കുമ്പോൾ കുടിലൻ വീണ്ടും ചിന്തിച്ചാനൊരു തന്ത്രം. തന്ത്രത്തിൽ മഹാറാണി മാനസം മറിക്കുമ്പോൾ തന്ത്രമായി തീരും മമ തന്ത്രമെന്നുറച്ചവൻ. തന്ത്രങ്ങൾ അസംഖ്യമായി വ്യർത്ഥമായി എന്നാകിലും കുതന്ത്ര ബുദ്ധികൾ കൊണ്ടോ സദ്ഭാവം തോന്നിയിടുന്നു. അന്തഃപുരത്തിൽ ചിത്രം കൂട്ടുവാൻ ഖലൻ മന്ത്രി രാജ്ഞിതനന്തഃപുര വാതിൽക്കലണഞ്ഞുടൻ പ്രാർത്ഥിച്ചാൻ. മഹാറാണിക്കിഷ്ടമാം ദുർബുദ്ധികൾ വാർത്തകൾക്കധീനമാം മാനസർ വലഞ്ഞുപോം. തീക്ഷ്ണമാം പാതിവൃത്യം സൂക്ഷിക്കും പെരുന്തേവിക്കുഷ്ണമായി തോന്നി ദുഷ്ടവാണികളെന്നാകിലും കഷ്ടകാലത്തിൽ പെട്ടുപോകുമ്പോൾ ശലഭങ്ങൾക്കിഷ്ടമായി തന്നെ അഗ്നി എന്ന പോൽ ചമഞ്ഞുതേ. തന്നെ സുതനാകും രാജരാജനും ജ്യേഷ്ഠനന്ദനൻ മണികണ്ഠൻ ഉണ്ണീൻ രണ്ടല്ലെന്ന ചിന്തയിൽ വാഴും റാണിക്ക് അന്തരംഗത്തിൽ മണികണ്ഠനിൽ വാത്സല്യങ്ങൾ ന്യൂനമാക്കുവാൻ മന്ത്രിക്കാവാതെ ചമഞ്ഞപ്പോൾ ഹീനചിത്തനാമവൻ പാരാതെ അപേക്ഷിച്ചാൻ. വന്ധ്യയാം പെരുന്തേവി ധന്യയായ ആമോദങ്ങൾ നുകർന്നു വസിക്കുവാൻ ഇന്നിവൻ ചൊല്ലും മൊഴി നന്നായി കേൾക്കേണമേ.
വീരനെന്നായാലും സൂതപുത്രനെ കുരുവീരൻ പ്രീതനായി നിനച്ചേറെ സ്ഥാനമാനങ്ങൾ നൽകി. ജീവന് സമാനമായി കൽപ്പിക്ക നിമിത്തമായി വീരനാം സുയോധന വംശവും മുടിഞ്ഞില്ലേ. മാതുരൻ പ്രഹസ്തന്റെ കാര്യം ശ്രവിക്കാൽ ലോകകണ്ഠനും സർവം പോയതെന്നോർക്കുന്നുണ്ടോ? തന്നെ ഗുരുചിത്തം നിനയാതിരിക്കയാൽ ധന്യനെന്നാകിലും മഹാബലവാൻ മാവേലിക്ക്. വെക്കത്തിൽ സൗഭാഗ്യങ്ങൾ സർവ്വതും പോയില്ലയോ? തക്കത്തിൽ അധോലോകഗതിയും പ്രാപിച്ചില്ലേ. ആകയാൽ വംശസ്ഥാനമാനങ്ങൾ ഇല്ലാതുള്ള കാനനവംശൻ തന്നെ സ്ഥാനത്തായി പ്രതിഷ്ഠിക്കിൽ. സ്ഥാനിയായി രാജാവ് ശാസനം നടത്തേണ്ട മാനിയാൻ തപസ്സോനു സ്ഥാനഹീനനാവില്ലേ. സ്ഥാനങ്ങൾ വന്നിടുമ്പോൾ മാനബന്ധങ്ങൾ കാൺമാൻ കാനനോത്ഭവനുണ്ടോ ചിന്തയും ഉണ്ടാകുന്നു. എന്നുമേ അന്യന്മാർക്കായി സ്ഥാനങ്ങൾ നൽകിയിടുവാൻ നന്നായി നനച്ചിടാൻ ഓതിരും വിഭുതന്മാർ. പാണ്ഡ്യവംശോത്ഭവജാതനാം തപസ്സോനു പന്തളഭൂപാലനായി രാജരാജനെ നാളെ രാജാവായി വാഴിക്കായിൽ ചാവാതെ ജീവിപ്പതും മാതാവാൻ ദേവിക്കെത്ര യോഗ്യമല്ലേതും ചൊല്ലാം. ശുദ്ധനാം മഹാരാജ ചിത്തത്തെ ഭ്രമിപ്പിപ്പാൻ ശൂദ്രകർമ്മങ്ങൾ ചെയ്തതു മൂലമീ മണികണ്ഠൻ രാജാവായി പുലർകാലെ വാണിടുന്നതിന് മുന്നേ വാഴണം രാജാവായി രാജരാജനും മുത. നല്ലതു ഭവിപ്പാനായി അഴിഞ്ഞൻ മൊഴിഞ്ഞവ വല്ലാതെയായി തോന്നിയിടല്ല കല്യ മഹാരാജ്ഞി. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.